നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ സിറിയൻ ഭരണാധികാരി ബഷർ ഉൽ അസാദിനെതിരെ വധശ്രമം നടന്നതായി റിപ്പോർട്ട്. റഷ്യയിൽ അഭയം തേടിയ ബഷറിനെ വിഷം നൽകി കൊല്ലാനായിരുന്നു ശ്രമമെന്നാണ് സൂചന. നേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബഷർ മോസ്കോയിൽ ചികിത്സയിലായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ റഷ്യൻ ചാറിന്റെ നേതൃത്വത്തിലുള്ള ജനറൽ SPR എന്ന പേരുള്ള ജനപ്രിയ ടെലഗ്രാം ചാനലിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസമാണ് അവശനിലയിലായ ബഷാറിനെ ഡോക്ടർമാർ എത്തി ചികിത്സിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കടുത്ത ചുമയെയും ഛർദിയും തുടർന്നായിരുന്നു ചികിത്സ തേടിയത്. താമസ സ്ഥലത്തേക്ക് മെഡിക്കൽ സംഘം എത്തുകയായിരുന്നു. നിലവിൽ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. ബഷാറിന്റെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതായാണ് വിവരം. വധശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വാർത്തയോട് പ്രതികരിക്കാൻ റഷ്യൻ വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത റഷ്യൻ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ട ജനറൽ SPR മുൻപും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും മുൻ ജീവനക്കാരും ഉൾപ്പെടെ ചാനലിന്റെ ഭാഗമാണെന്നാണ് ഇവർ അവകാശപ്പെടാറുള്ളത്. വിമത സംഘം ഹയാത്തു തഹ്രീൻ സിറിയയിൽ ഭരണം പിടിച്ചതിനു പിന്നാലെ കഴിഞ്ഞ ഡിസംബർ 8-നാണ് ബഷർ ഉൽ അസാദും ഭാര്യ അസ്മയും റഷ്യയിൽ അഭയം തേടിയത്. ബഷാറിനും കുടുംബത്തിനും മോസ്കോയിൽ എത്താനുള്ള സൗകര്യമൊരുക്കി നൽകിയത് റഷ്യൻ ഭരണകൂടമായിരുന്നു. റഷ്യയിലെത്തിയ ശേഷം മുൻ സിറിയൻ ഭരണാധികാരിയുടെയും ഭാര്യയുടെയും ആരോഗ്യനില മോശമായതുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അസ്മയ്ക്ക് രക്താർബുദമാണെന്നായിരുന്നു ഒരു റിപ്പോർട്ട്. അസ്മയ്ക്ക് 2019-ൽ സ്തനാർബുദം സ്ഥിരീകരിച്ചിരുന്നു. ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായി എങ്കിലും ഇപ്പോൾ രക്താർബുദം പിടിപെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത്തവണ സ്ഥിതി ഗുരുതരമാണെന്നാണ് വിവരം. അതിജീവിക്കാൻ സാധ്യത കുറവാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് പൗരയായ ഇവർ ബഷാറുമായി വിവാഹമോചനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും UK-യിലെ വീട്ടിലേക്ക് മടങ്ങാൻ നീക്കം നടത്തുന്നതായും തുർക്കി മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അസ്മയുടെ ബന്ധുക്കളെല്ലാം ലണ്ടനിലാണ് കഴിയുന്നത്. നിലവിൽ മോസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ ചികിത്സയിലാണ് ആസാദ്. ആരോഗ്യാവസ്ഥയിൽ പുരോഗതിയുണ്ട് എന്നും എക്സിലെ കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം അരനൂറ്റാണ്ട് നീണ്ട ആസാദ് കുടുംബ വാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിൽ സിറിയയിൽ അന്ത്യമായിരിക്കുന്നത്. 1971-ൽ സൈനിക അട്ടിമറിയിലൂടെയാണ് ബഷാറിന്റെ പിതാവ് ഹാഫീസ് അൽ അസാദ് അധികാരം പിടിച്ചത്. 2000-ൽ മരണം വരെ അദ്ദേഹം സിറിയ ഭരിച്ചു. പിതാവിന്റെ മരണത്തിന് പിന്നാലെ ബഷർ ഉൽ അസാദ് സിറിയൻ ഭരണം ഏറ്റെടുത്തിരുന്നു. 2000 ജൂലൈയിലാണ് ബഷർ സിറിയൻ പ്രസിഡന്റായി അധികാരമേറ്റത്. 2 പതിറ്റാണ്ടിലേറെ കാലം നീണ്ട ഭരണത്തിൽ 2011-ൽ ജനകീയ പ്രക്ഷോഭത്തെയും അതിജീവിക്കാൻ അദ്ദേഹത്തിനായി. സഹോദരൻ ബാസിൽ അൽ അസാദ് ആണ് പിതാവിന്റെ പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ 1994-ൽ ഒരു കാർ അപകടത്തിൽ ബാസിൽ മരിച്ചതോടെയാണ് സിറിയൻ ഭരണത്തിനായുള്ള നിയോഗം ബഷാറിലേക്ക് എത്തിയത്. ബഷർ ഉൽ അസാദിന്റെ പതനം ലോകമെമ്പാടുമുള്ള സിറിയക്കാർ ആഘോഷമാക്കിയിരുന്നു. 25 വർഷത്തോളം സിറിയ ഭരിച്ച ഏകാധിപതിയായിരുന്നു ബഷർ ഉൽ അസാദ്. പിതാവ് ഹഫീസുൽ അസാദ് മരിച്ചപ്പോൾ 2000-ലായിരുന്നു അദ്ദേഹം സിറിയയുടെ ഭരണം ഏറ്റെടുത്തത്. വിമതർ തലസ്ഥാനമായി ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് അസദും കുടുംബവും സിറിയ വിട്ട് റഷ്യയിൽ അഭയം തേടിയത്. ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ ആലപ്പോയിലെയും ഡമാസ്കസിലെയും കൊട്ടാരങ്ങൾ വിമതർ കയ്യേറിയിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച ആൽബത്തിൽ ബഷർ ഉൽ അസദിന്റെ കുടുംബത്തിന്റെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. വിമതർ ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അടിവസ്ത്രം മാത്രം ധരിച്ചു നടക്കുന്നതും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതും യുവതി തോളിലേറ്റതിനുമൊക്കെ ചിത്രങ്ങൾ പുറത്തുവന്നതിൽ ഉൾപ്പെടും. അസദ് കുടുംബത്തിന്റെ ആഡംബര ജീവിതം വിളിച്ചോതുന്നതാണ് പുറത്തുവന്ന ഫോട്ടോകൾ. പിതാവ് ഹഫീസുൽ അസദിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അടിവസ്ത്രം ധരിച്ചുള്ള ചിത്രങ്ങളാണ് ഇതും. നിലവിൽ ബഷറും ഭാര്യ അസ്മയും മക്കളും അടുത്ത ബന്ധുക്കളും റഷ്യയിലാണുള്ളത്. ദമാസ്കസിൽ നിന്ന് വിമാനത്തിൽ ഇവർ രക്ഷപ്പെട്ടുവെന്ന വിവരം കഴിഞ്ഞ മാസം ആദ്യ വാരാന്ത്യത്തിൽ വന്നിരുന്നു. പിന്നീട് റഷ്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അതേസമയം ബഷർ ഉൽ അസാദ് $280 ദശലക്ഷം റഷ്യയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഏകദേശം 2082 കോടി രൂപയാണിത്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഡോളറായും യൂറോ ആയുമാണ് ഇത്രയും തുക കടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.